ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഫർസാന നസ്രിൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കളിയാക്കൽ, അതായത് ഈ തടി വെച്ച് നിനക്ക് നീയാണോ മോഡൽ, നിനക്ക് ഫാഷൻ ഷോ ചെയ്യാൻ പറ്റുമോ, ഹീൽസൊക്കെ പൊട്ടിപ്പോന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കലുണ്ടായിട്ട്. അപ്പോൾ ആ കളിയാക്കൽ, അതായത് കളിയാക്കൽ മുമ്പിൽ ഞാനൊരു മോഡലാണ്, എനിക്ക് റാമ്പ് ചെയ്യാൻ പറ്റൂ എന്ന് തെളിയിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു മോഡലാവണമെന്ന് എൻ്റെ ആഗ്രഹം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഹയാത്ത് അമീസ. പേരും പെരുമയുമുള്ള കോഴിക്കോടിന്റെ ഹൃദയഭാഗമായ കല്ലായിക്കടുത്ത് പയ്യാനിക്കലാണ് എൻ്റെ സ്വദേശം. ഞാൻ +2 കഴിഞ്ഞ് കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ പഠിച്ചു. ഇപ്പോ ബ്രൈഡൽ മെഹന്തി ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ജയിക്കാൻ വേണ്ടത് തോൽക്കാനുള്ള തന്റേടമാണ്. ആ തന്റേടമാണ് ഇന്ന് എന്നെ ദ്വയയുടെ വേദിയിൽ എത്തിച്ചിട്ടുള്ളത്. ആരാലും സാധ്യമല്ലാത്ത ഒന്നും ഭൂമിയിലില്ലെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും വിജയം നേടാനും ദ്വയയുടെ വേദി എനിക്കൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. എൻ്റെ പേര് അനാമിക. ഞാൻ കോഴിക്കോട് സ്വദേശിനിയാണ്. ജൂനോ പ്ലെയർ 2024 കണ്ടസ്റ്റൻ്റാണ്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ജൂഡോ പ്ലെയറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജൂഡോ പ്ലെയർ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യമായി വനിതാ വിഭാഗത്തിൽ മത്സരിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തി. അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്പോർട്സ് റെഫറി ആവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി. അങ്ങനെ നിരവധി നേട്ടങ്ങൾ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് കായിക രംഗത്ത്. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ്. ക്വീൻ ഓഫ് ദ ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹായ് എവരിവൺ, ഞാൻ ക്ലാര മോഹൻദാസ്. മലപ്പുറത്തെ തുഞ്ചൻ്റെ മണ്ണായ തിരൂരിൽ നിന്ന് വരുന്നു. ഞാൻ നിയമവിദ്യാഭ്യാസം പൂർത്തീകരിച്ച് എൻറോൾമെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ബഡ്ഡിംഗ് ലോയറാണ്. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ സിഗ്നേച്ചറായിട്ടാണ് ഞാൻ ദ്വയയെ കാണുന്നത്. ആൻഡ് താങ്ക്സ് ടു ദ്വയ ഫോർ ദി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നമസ്കാരം, ഞാൻ വേദ വാസുദേവൻ. 22 വയസ്സിലാണ്. പാലക്കാട് സ്വദേശിനിയാണ്. തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ 2ാം വർഷ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ് ഞാൻ. ദ്വയയുടെ മുൻവർഷത്തെ പേജന്റ് ഷോകൾ കണ്ടപ്പോൾ തൊട്ടേ അതിലൊരു മത്സരാർത്ഥിയായി വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതിനൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ അവസരം നല്ലപോലെ തന്നെ വിനിയോഗിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. യാതനകളുടെയും വേദനകളുടെയും ഇടയിൽ നിന്നും കുതിച്ചു നിന്ന ഫിനിഷ് പക്ഷിയാണ് എൻ്റെ മോട്ടിവേഷൻ. എൻ്റെ പേര് സെല്ല. ഞാൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ലയിൽ നിന്ന് ഞാൻ അവകാശപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്കിപ്പോൾ 28 വയസ്സാണ്. ഞാനൊരു ഡ്രോയിങ് ടീച്ചറാണ്. മാത്രമല്ല പാലക്കാട് ഒരു ഡ്രോയിങ് സ്കൂളിൽ വർക്ക് ചെയ്തു വരുന്നു. ദ്വയയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം എൻ്റെ വലിയ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണമെന്ന് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിയാഷ. എൻ്റെ സ്വദേശം പാലക്കാടാണ്. എനിക്കിപ്പോൾ 24 വയസ്സായി. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ഡാൻസറാണ്. ഞാൻ റോഡ് ഷോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്. കൂടാതെ 2023 ഇംപ്രൂവ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് അവാർഡ് എനിക്ക് ലഭിച്ചിരുന്നു. ദ്വയയ്ക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഞാൻ ദ്വയയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് അവസരം കിട്ടിയില്ല. ഈ വർഷം എനിക്കതിന് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും എൻ്റെ കൂടെ വേണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആറ്റ്ലിൻ മറിയം. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നാണ്. എനിക്ക് 21 വയസ്സ്. ഞാനിപ്പോൾ മഹാരാജാസ് കോളേജിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രൊഫഷനായി മോഡലിംഗ് ചെയ്യുന്നു. ഈ ദ്വയയിൽ വരാൻ എൻ്റെ ഏറ്റവും വലിയ കാരണം എനിക്ക് അറിയപ്പെടുന്ന ഒരു മോഡലായി തീരുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. താങ്ക് യു. ഏവർക്കും നമസ്കാരം. ഞാൻ അഭിരാമി എന്നായ. എനിക്ക് 29 വയസ്സുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. നിലവിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ടീം ലീഡറായി വർക്ക് ചെയ്തു വരുന്നു. ഒരുപാട് നാളത്തെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഈ ദ്വയ എന്ന വേദി. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നവേദി എത്തിയിരിക്കുകയാണ്. നമുക്കും കഴിവുകളുണ്ട്, നമ്മൾ കുറവുകളൊന്നുമുള്ളവരല്ല എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഋതു നന്ദിത. എറണാകുളമാണ് എൻ്റെ സ്വദേശം. എനിക്ക് 21 വയസ്സായി. ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടെ പറയും, രാജീവ് ഗാന്ധി സർവകലാശാലയുടെ കീഴിൽ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. നൃത്തത്തിലും അഭിനയത്തിലും എഴുത്തിലും സംസാരത്തിലും ഒരേ അഭിരുചി എനിക്കുണ്ട്. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കാരണം ഞങ്ങളെപ്പോലുള്ളവരും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും ഞങ്ങൾക്കും തുല്യ അവകാശവും പരിഗണനയും ലഭിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. നന്ദി. Namaste everyone, this is Nivi with Anthony. I'm 31-year-old trans woman coming from the Queen of Arabian Sea, Cochin.
I've done my degree on B English Literature. I'm an HR. I'm a professional model. I'm an influencer. I've done my guest appearance in a movie. I've done my voice dubbing for an Amazon series. Standing alone takes a lot of courage, and that's how I have achieved all my goals in my life. Self-confidence is the key to my happiness, and that's why I'm attending the Queen of Dwaya. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം. എന്റെ പേര് ലുലു നഫീസത്ത് ബേഗം. എറണാകുളം സ്വദേശിനിയാണ്. 32 വയസ്സായ ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം PG ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്നിങ്ങനെ 2 ബിരുദാനന്ത ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസിൽ വർക്ക് ചെയ്തു. നിലവിൽ ഞാൻ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയിൽ ഫാഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ദ്വയ 2024 ക്യൂൻ ആൻഡ് കിങ് കണ്ടസ്റ്റന്റ് ആയി മത്സരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം. Good evening to all. I am Jina Yamika, 21 years old, hailing from the Queen of Beautiful Arabian Sea, one and only Kochi. As a trans woman, I am proud to say currently I am studying in final year BSc Nursing in Rajiv Gandhi University of Health Science, Karnataka. Why I am participating in the competition? To show transgender people are capable of reaching the highest level of the society, and of course for the queen crown that I will be get on that day. Thank you. നമസ്കാരം. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിലാണ് എൻ്റെ ജനനം. എൻ്റെ പേര് ഈവ് ജെയ്സൺ. എനിക്ക് 24 വയസ്സ്. വർണ്ണങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്തു വരുന്നു. എന്റെ കഴിവിനെയും വ്യക്തിത്വത്തെയും പ്രകടമാക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ദ്വയ ക്വീൻ 2024 എന്ന ഈ സൗന്ദര്യ മത്സരം. ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം. നമസ്കാരം. ഞാൻ അനായ ദയാശീലൻ, 25 years old, coming from Kochi. ഞാൻ ഒരു പ്രൊഫഷണൽ മോഡൽ ആണ്, പെർഫോമർ ആണ്, ആക്ടർ ആണ്. അതിലുപരി ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ കൂടിയാണ്. ഞാൻ ക്വീൻ ആൻഡ് കിങ് ഓഫ് ദ്വയ 2024 എന്ന പാജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടത് ബിക്കോസ് ഐ വാണ്ടഡ് ടു പുഷ് മൈസെൽഫ് ആൻഡ് സീ ഹൗ മച്ച് ബിയോണ്ട് ഐ ക്യാൻ ഗോ വിത്ത് മൈ ലിമിറ്റ്സ് ടു അച്ചീവ് മൈ ഗോൾസ് ആൻഡ് ടു അച്ചീവ് മൈ ഡ്രീംസ്. And I really do believe that Queen and King of Dwaya 2024 in the platform and the pageant will help me to achieve my dreams. Thank you. നമസ്കാരം. ഞാൻ നയന നാഥ്, അക്ഷര നഗരിയായ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയാണ്. എനിക്ക് 23 വയസ്സുണ്ട്. കേരളത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതിയായ കൊച്ചി മെട്രോയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരുന്നു. ചെറുപ്പം മുതലേ അഭിനയമായിരുന്നു എൻ്റെ ആഗ്രഹം. അതിലേക്കുള്ള ആദ്യ ചുവട്ടുപടിയായി ഞാൻ മോഡലിംഗ് തിരഞ്ഞെടുത്തു. പൊതുസമൂഹം നോർമൽ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീകളോടൊപ്പം മിസ് ഇന്റർനാഷണൽ പോലുള്ള ബ്യൂട്ടി പേജന്റുകളിൽ മത്സരിച്ച് അവരെ പോലെ ഒരു പക്ഷേ അവരിലും കഴിവും സൗന്ദര്യവും എനിക്കുണ്ടെന്ന് ലോകത്തിനോട് വിളിച്ചോതുകയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. മുമ്പ് നിരവധി റാമ്പുകൾ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ സ്വപ്നവേദിയാണ്. ഈ വേദിയിൽ പൂർണ്ണ വിജയം കൈവരിക്കുമെന്നുള്ള സുപ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം. ഞാൻ അനുരാഗ്, കിഴക്കിൻ്റെ വിനീസായ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കൂടിയാണ് പിന്നൽ തിരുവാതിരയിൽ. നൃത്തത്തിലും മേക്കപ്പിലും അഭിനയത്തിലും അഭിരുചിയുള്ള ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. 2024 കിങ് ആൻഡ് ക്യൂൻ ദ്വയയിലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നദീറായി. ഞാൻ കൊല്ലം സ്വദേശിനിയാണ്. നിലവിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായ ഞാൻ ഭാവിയിൽ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഫേബ ഏഞ്ചൽ ജോൺ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ സ്വന്തം നാട് ഓച്ചിറയാണ്. എനിക്ക് 24 വയസ്സുണ്ട്. ഓഫ് ദ്വയയിലെ ഒരു ക്യൂൻ കണ്ടസ്റ്റൻ്റ് ആണ്. +2 വരെ പഠിച്ച് ഞാനിപ്പോൾ നൃത്തകലകൾ അഭ്യസിച്ചുകൊണ്ടിരിക്കും. നൃത്തകലകളിൽ അഭിരുചിയുള്ള ഞാനൊരു നൃത്ത അധ്യാപികയാൻ ആഗ്രഹിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ദ്വയയ്ക്ക് എനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. Hi, my name is Daksha. I am coming from Kollam. I am 23 years older. My education qualification is +2 and diploma in aviation, GP rating in Merchant Navy. My hobbies are dancing, singing and acting. My ambition is to become a transgender police officer in Kerala. And thank you for the wonderful opportunity in Dwaya. Thank you.
ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തിൻ്റെ പ്രൗഢഗംഭീര തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ. എൻ്റെ പേര് ശിവാനി. വയസ്സ് 33. ആരോഗ്യ പ്രവർത്തന മേഖലാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഞാൻ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നത് ഒരു മോഡലാകുക എന്നതാണ്. അഭിനയം, നൃത്തം, അതോടൊപ്പം മോഡലിങ്ങിനെയും നെഞ്ചോട് ചേർക്കുന്ന ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് അതിനുള്ള വേദിയിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ദോയ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആകാംക്ഷയാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. I am an engineer by profession and a model by passion. I found this platform to fulfill my goals and conduct my duty towards betterment of my community and people. If I win this crown this year, I want to help the community to fulfill some of their dreams. Thank